നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. Profoundly shaped narrative cinema inspired generations of artists, cemented his legacy as a cultural phenomenon. മലയാള സിനിമയ്ക്ക് അഭിമാന മുഹൂർത്തം. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങി നടൻ മോഹൻലാൽ. തന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമയെന്നും പുരസ്കാരം മലയാള സിനിമാ മേഖലയ്ക്ക് സമർപ്പിക്കുന്നുവെന്നും മോഹൻലാൽ. സിനിമ മോഹൻലാൽ ഉഗ്രനായ നടനെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ സ്വീകരിച്ച് വിജയരാഘവനും ഉർവശിയും ഉൾപ്പെടെയുള്ള 5 മലയാളികൾ. ആഡംബര കാറുകൾ ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ചെത്തിച്ചെന്ന അന്വേഷണത്തിൽ സിനിമാ താരങ്ങളായ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ എന്നിവരുടെ വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ്. ദുൽഖറിന്റെ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു. കസ്റ്റംസ് ഓഫീസിൽ ഹാജരായ നടൻ അമിത് ചാക്കാലക്കൽ. കേരളത്തിലെ റെയ്ഡ് 30 ഇടങ്ങളിൽ. നടപടി രാജ്യവ്യാപക കസ്റ്റംസ് റെയ്ഡായ ഓപ്പറേഷൻ നിംഖോറിന്റെ ഭാഗമായി. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ, ഡിസംബർ മാസങ്ങളിൽ നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണം എന്ന ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചു. കമ്മീഷന്റെ തീരുമാനം നിർണായകം. സംസ്ഥാനത്ത് പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്താൻ ഒരുങ്ങി CPM. തിരുവനന്തപുരത്തും കോഴിക്കോടും സമ്മേളനം നടത്തും. പരിപാടി സെപ്റ്റംബർ 29, ഒക്ടോബർ 2 തീയതികളിൽ. H1B വിസയ്ക്കുള്ള ഫീസ് $1 ലക്ഷം ഉയർത്തിയ അമേരിക്കൻ നടപടിയിൽ ഇളവുണ്ടാകുമെന്ന് സൂചന. ആരോഗ്യമേഖലയിലുള്ളവർക്ക് ഇളവ് നൽകിയേക്കും. ഇന്ത്യൻ വിമാനത്താവളങ്ങളിലും വ്യോമപാതയിലും പാകിസ്ഥാൻ വിമാനങ്ങൾക്കുള്ള വിലക്ക് അടുത്ത മാസം 24 വരെ തുടരും. ഹമാസ് പലസ്തീൻ അതോറിറ്റിക്ക് മുമ്പിൽ കീഴടങ്ങണമെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. പലസ്തീനെ അംഗീകരിച്ച ഫ്രാൻസ്. കേരള സന്ദർശനത്തിന്റെ ഭാഗമായുള്ള സൗഹൃദ മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ ഓസ്ട്രേലിയ. അർജന്റീന ടീം പ്രതിനിധി കായിക മന്ത്രിയുമായി കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയം സന്ദർശിച്ചു. ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ അഭിമാന താരം മോഹൻലാൽ. ഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പുരസ്കാരം സമ്മാനിച്ചത്. കയ്യടിയോടെയായിരുന്നു സദസ്സ് മോഹൻലാലിനെ വേദിയിലേക്ക് ആനയിച്ചത്. ഭാര്യ സുചിത്രയും മോഹൻലാലിനൊപ്പം വേദിയിലുണ്ടായിരുന്നു. Ladies and gentlemen, we now play a short film that takes us through the life and times of the icon of Indian cinema in films such as Bharatam, Vanaprastham, Drishyam and more. I request Honorable President to please come forward, ma'am, to deliver the award, and I invite on stage iconic actor Shri Mohanlal. करतब ध्वनि के साथ स्वागत करें पद्मश्री पद्म भूषण से सम्मानित हर दिल अजीज विलक्षण अभिनय प्रतिभा के धनी श्री मोहनलाल जी का। ये सम्मान श्री मोहनलाल जी को उनके शानदार योगदान, अद्भुत अभिनय और कला के लिए दिया जा रहा है, जिन्होंने सिनेमा को नया रूप दिया, कई कलाकारों को प्रेरित किया और खुद को एक महान कलाकार के रूप में साबित किया। Shri Mohanlal being recognized for his monumental contributions, unparalleled versatility, artistry that have profoundly shaped narrative cinema, inspired generations of artists, cemented his legacy as a cultural phenomenon, and a great master of his craft. श्री मोहनलाल जी को दादा साहेब फाल्के लाइफ टाइम अचीवमेंट पुरस्कार की ढेरों बधाई। Thank you, Honorable President and distinguished guests. Rashtrapati Srimati Draupadi Murmu ji, respected Minister for Information and Broadcasting Sri Ashwini Vaishnav ji, esteemed dignitaries, cherished colleagues from the film fraternity, ladies and gentlemen. It's with profound pride and gratitude that I stand before you today,
having received the prestigious Dada Saheb Phalke Award, an honor instituted by the Government of India in the name of the revered father of Indian cinema. As a representative of the Malayalam film industry, I am deeply humbled to be the youngest recipient and only the second ever from the state to be bestowed with this national recognition. This moment is not mine alone. It belongs to the entire Malayalam cinema fraternity. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. വിജയരാഘവൻ, ഉർവശി, MK രാംദാസ് ഉൾപ്പെടെയുള്ള 5 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച നടനുള്ള പുരസ്കാരം ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും, മികച്ച നടിക്കുള്ള പുരസ്കാരം റാണി മുഖർജിയും ഏറ്റുവാങ്ങി. കൂടുതൽ വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, മലയാളത്തിന് അഭിമാനം, എങ്ങനെയായിരുന്നു ചടങ്ങുകൾ? രാജേഷ്, പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് ഈ അവാർഡുകൾ വിതരണം ചെയ്തത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് മോഹൻലാൽ അവാർഡ് സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം തന്നെ സദസ്സിനെ അഭിസംബോധന ചെയ്തു. ഇത് എന്റെ മാത്രം നിമിഷമല്ല, മലയാള സിനിമയുടെ അവാർഡാണ് എന്നുള്ളതാണ് മോഹൻലാൽ പറഞ്ഞത്. കൂടുതൽ ഉത്തരവാദിത്വവും കൂടുതൽ മുന്നോട്ട് പോകാനുള്ള കരുത്തും പകരുന്നതാണ് ഈ അവാർഡ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ഒപ്പം തന്നെ കുമാരനാശന്റെ വീണപൂവിലെ വരികളും മോഹൻലാൽ ഈ സമയത്ത് ഉദ്ധരിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഈ സിനിമ കൂടുതൽ മലയാള സിനിമയെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അവാർഡ് കരുത്തേകുമെന്ന് പറഞ്ഞ മോഹൻലാൽ ഇനി തന്നെ സംബന്ധിച്ച് കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി കുറെ കൂടി സന്തോഷത്തോടു കൂടിയൊക്കെ തന്നെ മുന്നോട്ട് പോകേണ്ട സമയമാണ്, കുറെ കൂടി ഉത്തരവാദിത്വം കൈവരി നിൽക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല, പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും കേന്ദ്ര സർക്കാരിനും ഒക്കെ തന്നെ മോഹൻലാൽ നന്ദി പറഞ്ഞിരിക്കുന്നു. ഇതിൽ അവസാനം ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് എന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. മോഹൻലാലിന് പുറമെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഷാരൂഖ് ഖാനും റാണി മുഖർജിയും വിക്രാന്ത് മാസിയും അടങ്ങുന്ന വലിയൊരു താരനിര തന്നെയാണ് അവാർഡുകൾ ഏറ്റുവാങ്ങിയത്. മോഹൻലാലിന്റെ പ്രവർത്തനങ്ങൾ ഒരു ഏറ്റവും പ്രധാന കംപ്ലീറ്റ് ആക്ടർ എന്ന നിലയിൽ തന്നെ മോഹൻലാൽ തന്റെ അഭിനയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് രാഷ്ട്രപതി വ്യക്തമാക്കിയത്. മാത്രമല്ല, വിവിധമായ സിനിമയിലും ഒപ്പം തന്നെ നാടകത്തിലുമൊക്കെ തന്നെ എത്രത്തോളം തന്റെ അഭിനയ സ്ഥിതി കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് മോഹൻലാലിന് ഈ അവാർഡ് നൽകുന്നതിലൂടെ വ്യക്തമാകുന്നത് എന്നുള്ളതാണ് രാഷ്ട്രപതി വ്യക്തമാക്കിയത്. മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇത് മോഹൻലാലിന്റെ കാര്യത്തിലാണെങ്കിൽ 6 കുട്ടികൾക്കാണ് ഇത്തവണ അവാർഡുകൾ സമ്മാനിച്ചത്. ബാലതാരങ്ങളുണ്ട്. അവരൊക്കെ തന്നെ വലിയ ഇന്ത്യൻ സിനിമയ്ക്ക് മുതൽക്കൂട്ടാകുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. അതോടൊപ്പം തന്നെ നിരവധിയായ വനിതകൾക്ക് ഇത്തവണ അവാർഡുകളുണ്ട്. വനിതകൾ കൂടുതലായി സിനിമയുടെ മേഖലകളിലേക്ക്, ഒപ്പം തന്നെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക്, ഒപ്പം തന്നെ ജൂറി അംഗങ്ങളായൊക്കെ തന്നെ വരുന്നു. അതെല്ലാം തന്നെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണെന്നാണ് രാഷ്ട്രപതി പറഞ്ഞത്. ചടങ്ങിന് നേതൃത്വം നൽകുകയും ചടങ്ങിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തിക്കൊണ്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്തത് അശ്വനി വൈഷ്ണവാണ്. അദ്ദേഹം പറഞ്ഞത് മോദി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് കൂടുതൽ ആശയങ്ങൾ ഉയർന്നു വരിക രാജ്യത്താകെ തന്നെ. ആ ആശയങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് രാജ്യത്തിന്റെ മുഖമായി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ കുറെ വർഷമായി അതിന് നമുക്ക് കഴിയുന്നുണ്ട്. ലോകത്തിന്റെ മുന്നിൽ സിനിമയ്ക്ക് മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലും ഉയർന്നു വരാൻ കഴിയുന്നു. ഇന്ത്യൻ സിനിമ ലോക സിനിമയുടെ മുഖമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കടന്നുപോയിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾക്കൊക്കെ തന്നെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള നടന്മാർ, മലയാള സിനിമ, മറ്റ് ഭാഷകളിലുള്ള സിനിമകളെല്ലാം തന്നെ അതിന് കരുത്തു പകർന്നു എന്നുള്ളതാണ് അശ്വനി വൈഷ്ണവ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞത്. ഏതായാലും വലിയ സദസ്സിനെ സാക്ഷി നിർത്തിയാണ് മോഹൻലാൽ അവാർഡ് സ്വീകരിച്ചത്. ഒപ്പം തന്നെ ഉർവശിയും വിജയരാഘവനും MK രാംദാസും അടങ്ങുന്ന മലയാളത്തിന്റെ വലിയ നിര തന്നെ ഈ അവാർഡുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. ഇനി ഈ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവർക്കും ഉത്തരവാദിത്തത്തിന്റെ സമയമാണെന്ന് മോഹൻലാൽ പറയുമ്പോൾ ഇന്ത്യൻ സിനിമ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് ഷാരൂഖ് ഖാൻ അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രാജേഷ്, പ്രശാന്തായിരുന്നു വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. രാജ്യവ്യാപകമായി നടത്തുന്ന കസ്റ്റംസ് പരിശോധന നുംകൂറിൻ്റെ ഭാഗമായി സംസ്ഥാനത്തും റെയ്ഡ് നടത്തി. ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, മറ്റ് പ്രമുഖ വ്യവസായികൾ എന്നിവരുടെ വീടുകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയിട്ടുണ്ട്. ദുൽഖറിൻ്റെ 2 കാറുകൾ കസ്റ്റഡിയിലെടുത്തു. രജിസ്റ്റർ ചെയ്ത സമയത്തെ രേഖകൾ അവർക്ക് നൽകണമെന്നും തൻ്റെ ഉത്തരവാദിത്വമാണ് അത് തെളിയിക്കുന്നതെന്നും അമിത് ചാക്കാലയ്ക്കൽ പ്രതികരിച്ചു. തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലാണ് പരിശോധന. ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു എന്ന പരാതിയിലായിരുന്നു അന്വേഷണം. കൂടുതൽ വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. കിരൺ, അന്വേഷണം അല്ലെങ്കിൽ പരിശോധന പൂർത്തിയായിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്? ഈ കാറുകൾ പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ,
അമിത് ആദ്യം സഹകരിക്കില്ല എന്ന് പറയുകയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് പരിശോധന തുടരുന്നത്? രാജേഷ്, ഈ വാഹനങ്ങൾ എത്തിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇപ്പോൾ കസ്റ്റംസ് അമിത് ചക്കാലക്കലിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളോട് ഇന്ന് 4:30 കസ്റ്റംസ് ഓഫീസിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം നൽകിയത്. ഇന്ന് രാവിലെ മുതൽ തന്നെ അമിതിന്റെ കൊച്ചിയിലെ വീട്ടിൽ കസ്റ്റംസ് സംഘം എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇവിടെ നിന്നും 2 വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ വാഹനങ്ങളുടെ ഓണർഷിപ്പ് അടക്കമുള്ള സംഭവ വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഏതായാലും അമിതിനെ നേരിട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അമിതിന്റെ കൈവശം ഉണ്ടായിരുന്ന വാഹനം ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ തന്നെ തന്റെ കയ്യിലുണ്ട്. RC ബുക്ക് അടക്കമുള്ളവ തന്റെ കയ്യിലുണ്ട്. താൻ 7ാമത്തെ ഉടമസ്ഥനാണ്. തനിക്ക് മുൻപ് റഷ്യൻ എംബസിയിൽ നിന്ന് കൈമാറി വന്നതാണ് ഈ വാഹനം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ മറ്റൊരു വാഹനം എന്നുള്ളത് ഇയാളുടെ സുഹൃത്തിന്റെ വാഹനമാണ്. ഇത് തന്റെ പേരിലുള്ള വർക്ക്ഷോപ്പിൽ അവിടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. പിന്നീട് അത് തെറ്റിദ്ധരിച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എന്നാണ് അമിത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത തേടേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയാണ് ഏതായാലും ഈ ഇന്ത്യയിൽ നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ ദുൽഖർ സൽമാന്റെ വീടടക്കം നേരത്തെ കസ്റ്റംസ് സംഘം പരിശോധന നടത്തുകയും ഇവിടെ നിന്നും 2 വാഹനങ്ങൾ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു വാഹനം ഏതായാലും കസ്റ്റംസിന്റെ ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കൊണ്ടുവരാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് വാഹനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അത് റോട്ടിലൂടെ കെട്ടിവലിച്ചു കൊണ്ടുവരണം. അതിന്റെ ആവശ്യങ്ങൾ ആ ഒരു കാര്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കുറച്ച് സമയമെടുക്കും എന്നുള്ളൊരു കാര്യമാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. രാജേഷ്. കിരണാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരളത്തിലെ സമഗ്ര തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന ആവശ്യത്തിന് മേൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിർണായകം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനൊപ്പം വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിന്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പറഞ്ഞത്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നവംബർ, ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. സമഗ്ര തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ ഖേൽക്കർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ LDFും UDFും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്തിരുന്നു. സംസ്ഥാനത്ത് SIR നടപ്പാക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ അവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടേണ്ടവരാണ്. അത് തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകാത്ത തരത്തിൽ SIRൻ്റെ തീയതികൾ നിശ്ചയിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഇന്നലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ എത്തിക്കുന്നതിന് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നൽകിയിരുന്നു. ചീഫ് ഇലക്ടറൽ ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. 2 പേർക്കും മാൻഡേറ്റ് ഉണ്ട്. ആ മാൻഡേറ്റ് അനുസരിച്ച് സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു ഉചിതമായിട്ടുള്ള തീരുമാനം 2 ഭാഗത്തു നിന്നുണ്ടാകും. SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായും കൂടിക്കാഴ്ച നടത്തി. പരിഷ്കരണത്തിന് 2002 വോട്ടർ പട്ടിക ആധാരമാക്കുന്നതിനെയാണ് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിമർശിച്ചത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരാനും ഇരു പാർട്ടികളും തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനമാണ് ഇനി അറിയേണ്ടത്. ഇലക്ഷൻ കമ്മീഷനെ രാഷ്ട്രീയ ചട്ടുകമാക്കിയിട്ടാണ് BJP ഉപയോഗിക്കുന്നത്. ബീഹാറിൽ അർഹതപ്പെട്ട നിരവധി വോട്ടർമാർ പുറന്തള്ളപ്പെട്ടു. കേരളത്തിൽ അർഹരായ വോട്ടർമാരെ പുറന്തള്ളാൻ അനുവദിക്കില്ല എന്നും TP രാമകൃഷ്ണൻ കോഴിക്കോട് പറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള നാടിൻ്റെ ഒരു അനുഭവം ബീഹാറിൽ നടപ്പിലാക്കിയിട്ടുള്ള രീതിയാണ്. അർഹരായ വോട്ടർ പട്ടികയിലുള്ളവർ പുറന്തള്ളപ്പെട്ടു എന്ന് മാത്രമല്ല, പുതിയ വോട്ടർമാരെ ചേർക്കുന്ന കാര്യത്തിലും രാഷ്ട്രീയമായ പ്രതികാരത്തോടുകൂടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അത്തരമൊരു സന്ദർഭത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ഈ പരിഷ്കരണ നടപടി നിർത്തിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ആ ആവശ്യത്തോട് പൊതുവെ എല്ലാവർക്കും യോജിക്കാവുന്നതാണ്. ഈ ആവശ്യത്തിനനുസരിച്ച് എന്താണ് ഇലക്ഷൻ കമ്മീഷൻ്റെ സമീപനം എന്നുള്ളത് അറിയില്ല. അതുകൂടി അറിഞ്ഞതിന് ശേഷമേ ഇത് സംബന്ധിച്ചുള്ള നിലപാടുകൾ വ്യക്തമാക്കിക്കുള്ളൂ.
ഇലക്ഷൻ കമ്മീഷൻ്റെ ചട്ടുകമായി, രാഷ്ട്രീയ ചട്ടുകമായി BJP ഗവൺമെൻറ് ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് ബീഹാറിലെ സംഭവഗതികൾ. SIR നീട്ടിവെക്കണമെന്ന് കേരളത്തിലെ മതനിരപേക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് നിലപാടെടുത്തതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം കോഴിക്കോട് പറഞ്ഞു. അതുകൊണ്ടാണ് കമ്മീഷൻ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ യോജിച്ച പ്രക്ഷോഭം ആലോചിക്കാവുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളും ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ വിളിച്ച യോഗത്തിൽ ഈ പാർട്ടികളൊക്കെ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, BJP ഒഴികെ. അതുകൊണ്ട് തന്നെയാണ് കമ്മീഷൻ ഇത്തരം നിലപാട് എടുത്തത്. ആലോചിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്താനൊരുങ്ങി CPM. തിരുവനന്തപുരത്തും കോഴിക്കോടും സമ്മേളനം നടത്തും. സെപ്റ്റംബർ 29, ഒക്ടോബർ 2 തീയതികളിലാണ് സമ്മേളനം നടത്തുക. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അൺഫിറ്റ് ചേരുന്നുണ്ട്. അൺഫിറ്റ്, എന്തായാലും CPM ജനങ്ങളെ ഒപ്പം നിർത്താൻ ഉള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. അത് സംഗമമായാലും സമ്മേളനമായാലും എന്താണ് ഇതിലേക്ക് ഇപ്പോൾ എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം? രാജേഷ്, ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ അല്ലെങ്കിൽ CPM ഇപ്പോൾ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം 2 ഇടങ്ങളിലായാണ് 2 തവണയായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തും കോഴിക്കോടുമാണ് ഈ സമ്മേളനത്തിന് വേദിയൊരുങ്ങുക. തിരുവനന്തപുരത്ത് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം തിരുവനന്തപുരം ടാഗോർ ഹാളിൽ വെച്ചായിരുന്നു. 29-ാം തീയതി മുഖ്യമന്ത്രി തന്നെ അത് ഉദ്ഘാടനം ചെയ്യും. ഇത് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത് കേരള മീഡിയ അക്കാദമി മീഡിയ അക്കാദമിയാണ് ഇതിന്റെ സംഘാടകർ. പലസ്തീൻ അംബാസിഡർ, ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ ഈ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും അതിനു മുമ്പ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്യുമെന്നും കേരള മീഡിയ അക്കാദമി അറിയിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ ഒരു തൊട്ടടുത്ത ദിവസം 29-ാം തീയതി ഇതൊരു പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിക്കുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം അതായത് അന്താരാഷ്ട്ര മാധ്യമ മേള എന്ന രീതിയിൽ 3 ദിവസം മീഡിയ അക്കാദമി മാധ്യമ സമ്മേളനം നടത്തുന്നുണ്ട്. ഈ മാധ്യമ സമ്മേളനത്തിൽ പ്രശസ്തരായ മാധ്യമ പ്രവർത്തകർ, ആഗോളതലത്തിലൊക്കെ തന്നെ ഇന്ത്യ ദേശീയ തലത്തിൽ പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകർക്ക് പുരസ്കാരം നൽകുന്നു. ഇവരുടെ ഒരു സമ്മേളനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയും ഗാസയിലൊക്കെ ജീവൻ പൊലിഞ്ഞുപോയ മാധ്യമ പ്രവർത്തകരെ ആദരിക്കുന്ന അടക്കമുള്ള ഷോ, പ്രത്യേക എക്സിബിഷനും ഒക്കെ തന്നെയും ഉണ്ടാകും. അതോടൊപ്പം തന്നെയും ഇത് തിരുവനന്തപുരത്ത് 29-ാം തീയതി പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തുന്നു. അതോടൊപ്പം തന്നെയും ഒക്ടോബർ 2-നാണ് കോഴിക്കോട് നടത്തുന്നത്. കോഴിക്കോട് പക്ഷേ ഇതിന്റെ സംഘാടകർ എന്ന് പറയുന്നത് CPM തന്നെയാണ് കോഴിക്കോട് നടത്തുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം 25-ാം തീയതി മുസ്ലിം ലീഗും ഐക്യദാർഢ്യ സമ്മേളനം പലസ്തീൻ നടത്തുന്നത്. അത് പക്ഷേ എറണാകുളത്താണ്, കൊച്ചി മറൈൻ ഡ്രൈവിലാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തുന്നത്. അവിടെയും പലസ്തീൻ അംബാസിഡർ ഐക്യദാർഢ്യ സമ്മേളനം, അതായത് മുസ്ലിം ലീഗ് നടത്തുന്ന ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നതും. എന്തായാലും സംസ്ഥാനത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സമ്മേളനം നടത്തുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഇവിടെ തിരുവനന്തപുരത്തും കോഴിക്കോടുമായി CPM തന്നെ സമ്മേളനം നടത്തുന്നു എന്നാണ്. തിരുവനന്തപുരത്ത് മീഡിയ അക്കാദമിയാണ് നടത്തുന്നതെങ്കിൽ പോലും പാർട്ടിയുടെ തന്നെ ഒരു നേതൃത്വം അതിനകത്ത് ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ഈ പലസ്തീൻ അംബാസിഡർ തലസ്ഥാനത്തെത്തുമ്പോൾ മുഖ്യമന്ത്രിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് അടക്കമുള്ള പരിപാടികൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് ഐക്യദാർഢ്യ സമ്മേളനം ഒക്ടോബർ 2-ന് നടത്തുന്നത് CPM തന്നെ നേരിട്ട് നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയ്യപ്പ സംഗമം നടത്തി, ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ നമുക്കറിയാമായിരുന്നു അത് ഭൂരിപക്ഷത്തെ ഒപ്പം നിർത്തുക എന്നൊരു തന്ത്രം കൂടി അതിന് പിന്നിലുണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ CPM ആയാലും കോൺഗ്രസ് ആയാലും ആദ്യമേ തന്നെ പലസ്തീനോട് അനുകൂലമായ ഒരു സമീപനം തന്നെയായിരുന്നു തുടക്കത്തിൽ സ്വീകരിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം അത് UDF-ന്റെ ഭാഗത്ത് നിന്ന് മുസ്ലിം ലീഗ് നടത്തുന്നു. ഒപ്പം തന്നെ ഇടതു മുന്നണിയിൽ CPM തന്നെ നേരിട്ട് സമ്മേളനം നടത്തുന്നു എന്നതുകൂടി മറ്റൊരു പ്രത്യേകതയായി പറയേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും അൺഫിറ്റാണ് വിശദാംശങ്ങൾ നൽകിയത്. H1B വിസയ്ക്കുള്ള ഫീസ് $1,00,000 ഉയർത്തിയ അമേരിക്കൻ നടപടിയിൽ ഇളവുകൾ വരുന്നു. ഡോക്ടർമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് ഇളവ് നൽകാനാണ് നിലവിൽ തീരുമാനം.
H-1B വിസയ്ക്കുള്ള ഫീസ് കുത്തനെ കൂട്ടിയ നടപടിക്കെതിരെ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചതോടെയാണ് നേരിയ തോതിലെങ്കിലും ഇളവ് വരുത്താൻ അമേരിക്ക തയ്യാറെടുത്തത്. സ്വദേശീവൽക്കരണത്തിന്റെ ഭാഗമായാണ് അമേരിക്ക വിസയുടെ നിരക്ക് $1,00,000 വർദ്ധിപ്പിച്ചത്. എന്നാൽ ഡോക്ടർമാർക്ക് ഇതിൽ ഇളവ് നൽകാനാണ് തീരുമാനം. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റു ചില വിഭാഗങ്ങൾക്കു കൂടി ഇളവ് നൽകിയേക്കുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ടൈലർ റോജർ പറഞ്ഞു. ചില മേഖലകളിൽ അതീവ വൈദഗ്ധ്യമുള്ളവരെ ഉയർന്ന ഫീസ് നിരക്കിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി വിസ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇളവുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വാണിജ്യ സഹകരണത്തിന് കൂടുതൽ കരുത്തു പകരുന്നതായിരുന്നു കൂടിക്കാഴ്ച എന്ന് എസ് ജയശങ്കർ പറഞ്ഞിട്ടുണ്ട്. ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കാൻ കൂടിക്കാഴ്ച ഉപകരിക്കുമെന്ന് മാർക്കോ റൂബിയോയും വ്യക്തമാക്കി. കഴിഞ്ഞ 9 മാസത്തിനിടെ ഇത് 5ാം തവണയാണ് എസ് ജയശങ്കർ അമേരിക്ക സന്ദർശിച്ച് കൂടിക്കാഴ്ചകൾ നടത്തുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അർജന്റീന ടീമിന്റെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ എതിരാളികൾ ഓസ്ട്രേലിയ. സന്ദർശനവുമായി ബന്ധപ്പെട്ട് ടീം പ്രതിനിധി ഹെക്ടർ ഡാനിയൽ കബ്രേര കായികമന്ത്രിയുമായി കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. മത്സരം നടക്കാനിരിക്കുന്ന കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയം സന്ദർശിച്ചു. വിവരങ്ങളുമായി അശ്വതി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. അശ്വതി, ഏതെങ്കിലും തീയതി ഇതിൽ നിശ്ചയിച്ചിട്ടുണ്ടോ? മാത്രമല്ല, വന്ന പ്രതിനിധികൾ സംതൃപ്തരാണോ സ്റ്റേഡിയത്തിൻ്റെ സൗകര്യങ്ങളിൽ? രാജേഷ്, അവർ വിലയിരുത്തി, അതായത് ടീം മാനേജറാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം 3 മണിയോട് കൂടി തന്നെ സ്റ്റേഡിയത്തിൽ എത്തി കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ചില മാറ്റങ്ങൾ വരുത്തണം, ഇംപ്രൂവ്മെന്റ്സ് വേണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ സ്പോൺസർമാരെയും അതുപോലെ തന്നെ സർക്കാരിനെയും അറിയിച്ചിട്ടുണ്ട്. കായിക മന്ത്രിയും അദ്ദേഹത്തോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. കായിക മന്ത്രിയുടെ ബൈറ്റും, അതായത് അദ്ദേഹത്തിന്റെ പ്രതികരണവും ആ സമയത്തുണ്ടായിരുന്നു. അർജന്റീന ടീം കൊച്ചിയിൽ കളിക്കും. ഈ സ്റ്റേഡിയത്തിന്റെ ഫീൽഡാണ് പ്രധാനമായും പരിശോധിച്ചത്. നമുക്ക് നല്ല ഒരു സ്റ്റേഡിയം ഉണ്ട്, അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി. 30 ദിവസത്തിനുള്ളിൽ ഈ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നവംബറിലായിരിക്കും കളി ഉണ്ടാവുക. അർജന്റീന ടീം കൊച്ചിയിലേക്ക് വരുന്നത് നവംബറിലായിരിക്കും. അത് മിക്കവാറും ഒരു 18ാം തീയതിക്ക് ശേഷമായിരിക്കും. എന്നാണ് കറക്റ്റ് ഡേറ്റ് എന്ന കാര്യത്തെ സംബന്ധിച്ചൊക്കെ മുഖ്യമന്ത്രിയായിരിക്കും അനൗൺസ് ചെയ്യുക എന്നും അല്പം മുൻപ് സ്പോൺസർമാർ വ്യക്തമാക്കിയിരുന്നു. അതായത് മാത്രമല്ല, ഏത് ടീമായിട്ടായിരിക്കും സൗഹൃദ മത്സരം എന്ന കാര്യത്തിലും ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. എന്തായാലും ടീം മാനേജർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അദ്ദേഹം വളരെ ഹാപ്പിയാണ്, ഇവിടുത്തെ കാര്യങ്ങളിലെല്ലാം വളരെ ഹാപ്പിയാണ്. പക്ഷേ ഇത് സംബന്ധിച്ച എങ്ങനെയാണ് അർജന്റീന ടീം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, സൗകര്യങ്ങൾ, എങ്ങനെയായിരിക്കും മത്സരങ്ങൾ, അതൊക്കെ സംബന്ധിച്ച ഒരു ബ്ലൂ പ്രിന്റ് നൽകും എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഈ കൊച്ചിയിൽ നിന്ന് നൽകുക, അതിനനുസരിച്ച് അതുകൂടി വിലയിരുത്തിയ ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. രാജേഷ്, അശ്വതിയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. അധ്യാപകരുടെ കുറവ്, ശമ്പളത്തിലെ അപാകതകൾ എന്നിവ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയായ KGM-CTA നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരസ്യ പ്രതിഷേധം നടന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം OP നിർത്തിവച്ചുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് സംഘടനയുടെ തീരുമാനം. അധ്യാപകരുടെ കുറവ്, ശമ്പളത്തിലെ അപാകതകൾ, പുതിയ മെഡിക്കൽ കോളേജിൽ തസ്തികകൾ സൃഷ്ടിക്കുന്നതിലെ താമസം എന്നിവയിൽ പ്രതിഷേധിച്ചാണ് മെഡിക്കൽ കോളേജിലെ അധ്യാപകരുടെ സംഘടനയായ KGM-CTA പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം കരിദിനമായി ആചരിച്ചതിന് ശേഷം ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും DME ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മറ്റു മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരെ താൽക്കാലികമായി സ്ഥലം മാറ്റിയാണ് വയനാട്, കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി വാങ്ങിയെടുത്തതെന്നും ഇവർ പറയുന്നു. 4.25 വർഷത്തെ ശമ്പള കുടിശ്ശികയും തങ്ങൾക്ക് ലഭിക്കാനുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. ഞങ്ങൾക്ക് സർക്കാരിനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. വിദ്യാർത്ഥികൾ അവരാണ് ഭാവി. നമ്മളിവിടെ ഇറക്കി വിടുന്ന വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാടരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നറിയില്ല, കോന്നിയിലാകെ ഒരു പെത്തോളജി അസോസിയേറ്റ് പ്രൊഫസർ മാത്രമാണ്. നമുക്കറിയാം നമ്മളേക്ക് എത്ര പെത്തോളജി പ്രൊഫസറിനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. ഒരു പ്രൊഫസർമാരും 2 സീനിയർ അസിസ്റ്റന്റുമാരെ വെച്ചാണ് പഠിപ്പിക്കുന്നത്. അവർ എന്ത് പഠിപ്പിക്കാനാണുള്ളത്? അനാറ്റമി, ഫിസിയോളജിയും രണ്ടുപേരെ വെച്ചാണ് പഠിപ്പിക്കുന്നത്. ഈ 50 പേരെ അവിടെ വയനാട്, കാസർഗോഡ് ഇപ്പോൾ അഡ്മിഷൻ കൊടുത്തിരിക്കുകയാണ്. അവരാര് പഠിപ്പിക്കും? അവർ ഏത് രോഗികളെ കണ്ടുപിടിക്കും? അപ്പോൾ ഇന്ന് നമ്മൾ തട്ടിക്കൂട്ട്
സംവിധാനങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ വരുന്ന ഒരു 5-10 വർഷം കഴിയുമ്പം ഇവിടെ തട്ടിക്കൂട്ട് ഡോക്ടർമാരായിരിക്കും കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ തട്ടിക്കൂട്ട് ചികിത്സയായിരിക്കും ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് മതിയോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഇത് പോരാ. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം OP നിർത്തിവെച്ചുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് KGM-CTIയുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CPM നേതാവ് KJ ഷൈനിനെതിരായ സൈബർ ആക്രമണ കേസിൽ മുൻകൂർ ജാമ്യം തേടി 1-ാം പ്രതി ഗോപാലകൃഷ്ണൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണന്റെയും 2-ാം പ്രതി KM ഷാജഹാന്റെയും വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഇന്ന് രാവിലെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണനും KM ഷാജഹാനും നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചു. ദ്രുതഗതിയിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോപാലകൃഷ്ണന്റെയും ഷാജഹാന്റെയും വീടുകളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിൽ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു. അധിക്ഷേപ പരാമർശമുള്ള പോസ്റ്റ് ഇട്ടത് ഈ ഫോണുകളിൽ നിന്നാണോ എന്ന് പരിശോധിക്കാൻ ഇവ സൈബർ ഫോറൻസിക് സംഘത്തിന് കൈമാറും. പറവൂർ CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് KM ഷാജഹാന്റെ തിരുവനന്തപുരം ഉള്ളൂരിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. ഇന്ന് രാവിലെ ഷാജഹാനെതിരെ വീടിന് മുൻപിൽ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. അതേസമയം കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനും ആലോചനയുണ്ട്. കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉടമ യാസറിനെ 3-ാം പ്രതിയാക്കിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി 100-ലധികം പ്രൊഫൈലുകൾ അന്വേഷണ സംഘം പരിശോധിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സംരക്ഷണ സംഗമത്തിനെതിരെ മന്ത്രി സജി ചെറിയാൻ പന്തളത്ത് നടന്നത് അയ്യപ്പ സംഗമമല്ല എന്നും BJPയുടെ സംഗമമാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. പന്തളം അയ്യപ്പ സംഗമത്തിൽ പറഞ്ഞത് രാഷ്ട്രീയം മാത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും രാഷ്ട്രീയമായി ആക്ഷേപിക്കാൻ ശ്രമിച്ചു. പങ്കെടുത്തത് ഭക്തരല്ല, BJPക്കാരാണ്. BJPയും UDFും അയ്യപ്പനെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപാധിയാക്കുന്നു എന്നും സജി ചെറിയാൻ പറഞ്ഞു. അയ്യപ്പ സംഗമം വൻ വിജയമെന്നും പരാജയമെന്നത് പ്രതിപക്ഷത്തിൻ്റെ പ്രചരണം മാത്രമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ശബരിമല വളർന്നാൽ കേരളം വികസിക്കും. അയ്യപ്പ സംഗമത്തിനെതിരെ VD സതീശൻ RSSനൊപ്പം ചേർന്നു. പിണറായി വിജയൻ ഭക്തനാണ് എന്നത് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായമെന്നും EP കണ്ണൂരിൽ പ്രതികരിച്ചു. പരാജയമാണെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അവർ കരുതിക്കോട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട്. ഞങ്ങൾ അതിനോട് ഈ പറയുന്നതിനോട് യോജിക്കുന്നില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട്. ഞങ്ങളുടെ കൈവശം വന്നിരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയുണ്ട്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അവരിത് പറഞ്ഞു നടന്നോട്ടെ. അവിടെ നിന്ന് ഞങ്ങൾക്ക് നഷ്ടം. നമ്മുടെ കേരളത്തിൽ അയ്യപ്പ വിശ്വാസികൾ ലോകത്തിലെല്ലാം ഉണ്ട്. അതിൻ്റെ ഭാഗമായി ലോകത്തിലുള്ള എല്ലാവരുടെയും സഹകരിപ്പിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ, അവർക്കത് സുഖകരമായി വിശ്വാസം കാത്തു സൂക്ഷിച്ച് പ്രവർത്തിക്കാൻ, അത് കേരളത്തിൻ്റെ ആകെ പൊതു താല്പര്യമാക്കി മാറ്റിയെടുക്കാൻ കഴിയത്തക്ക നിലയിലുള്ളൊരു നടപടിയിലേ സ്വീകരിക്കുന്നത്. എന്തിനാ അതിനെ എതിർക്കുന്നത്? സംഗമത്തെ ആ നാട് മുഴുവൻ ഉണരുകയല്ലേ. എന്തിനാ ഉണർവിനെ കെടുത്തുന്നത്? എന്തിനാ ഈ 3.5 കോടി മലയാളികളുടെ നാട്? ആഗോള അയ്യപ്പ സംഗമത്തിൽ ആളുകൾ കുറഞ്ഞെങ്കിൽ സംഘാടകർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പിണറായി വിജയൻ്റെ ഉദ്ഘാടനം വരെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. പിണറായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വേദി നിറഞ്ഞിരുന്നു. സീറ്റ് കിട്ടാതെ ആളുകൾ നിൽക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് പിന്നാലെ കുറച്ചുപേർ പുറത്തേക്ക് പോയി. താനും പുറകെ പോയതിനാൽ പിന്നീട് ആൾ ഉണ്ടായിരുന്നോ എന്നറിയില്ല. ആളുകൾ ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പുറത്ത് ചർച്ചകൾ നടക്കുന്ന വേദികളിലേക്ക് ആളുകൾ പോയിരിക്കാം. ഇത്രയും ചർച്ചകൾ ഒരുമിച്ച് നടന്നതുകൊണ്ട് ആളുകൾ പലയിടത്തായി എന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. പക്ഷെ അദ്ദേഹം പ്രസംഗിച്ച് കഴിഞ്ഞ ശേഷം പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കുറേ ആളുകൾ ഒന്നിറങ്ങി. ഞാനും അവിടെ താമസിയാതെ തന്നെ ഞാനും ഇവിടെ നിന്നിറങ്ങി. പിന്നെ ഹാളിൽ എന്തുമാത്രം ആളുണ്ടായിരുന്നു എനിക്കറിയില്ല. ഒരുപക്ഷെ ഹാളിൽ ആൾ കുറവായിരിക്കണം. ഇറങ്ങി ഒരുപാട് ആൾ ഇറങ്ങി പോയിരിക്കണം. കാരണം ഇവർ ഈ പ്രോജക്റ്റുകളെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ള കോൺഫറൻസുകൾ 3 സെഷൻസ് വിളിച്ചിരുന്നു. ആ സെഷൻസിലേക്ക് പോകാനായി ആളുകൾ ഇറങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ആളുകൾ കാണുകയില്ല, ഈ പറയുന്ന കോൺഫറൻസ് ഹാളിലേക്കും ആളുകൾ കാണാതെ. ഇന്ത്യൻ വിമാനത്താവളങ്ങളിലും വ്യോമപാതയിലും പാകിസ്ഥാൻ വിമാനങ്ങൾക്കുള്ള വിലക്ക് തുടരും. അടുത്ത മാസം 24 വരെ നിരോധനം തുടരുമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. സമാന നിലപാട് പാകിസ്ഥാൻ സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയും നിരോധനം ദീർഘിപ്പിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ്
വ്യോമപാത അടച്ചത്. ഏപ്രിൽ 24-ന് പാകിസ്ഥാനാണ് ആദ്യം വ്യോമപാത അടച്ചത്. 6 ദിവസത്തിന് ശേഷം ഇന്ത്യയും സമാന നിലപാട് സ്വീകരിച്ചു. നിലവിൽ ഓരോ മാസം നീട്ടി ഉത്തരവിറക്കുകയാണ് ഇരു രാജ്യങ്ങളും. കയർ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള കയർ കോൺക്ലേവ് ആലപ്പുഴയിൽ നടന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കയർ ഉൽപ്പാദകർ, കയർ സഹകരണ സംഘം ഭാരവാഹികൾ, ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, വ്യവസായ ഉദ്യോഗസ്ഥർ എന്നിവർ കോൺക്ലേവിൽ പങ്കെടുത്തു. അതേസമയം കോൺഗ്രസ് സംഘടനകൾ കോൺക്ലേവ് ബഹിഷ്കരിച്ചു. കയർ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാന സർക്കാർ കയർ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ആലപ്പുഴ കയർ ക്രാഫ്റ്റ് കൺവെൻഷൻ സെന്ററിൽ മന്ത്രി പി രാജീവ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. കമ്പോളത്തിന് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കണമെന്നും ആധുനികവൽക്കരണം സാധ്യമാകണമെന്നും മന്ത്രി പി രാജീവ് നിർദ്ദേശിച്ചു. ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇനി എന്ത് വേണം? ഞങ്ങൾ ഇത്രയും ചെയ്തു ഗവൺമെന്റ്. ഇത് ചെയ്തത് എല്ലാ മേഖലയിൽ നിന്നുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ്. ഇനി നമുക്കൊരു കുതിപ്പിനുള്ള ഒരു മാറ്റം വന്നിരിക്കുന്നു. യോഗത്തിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. 3 സെഷനുകളിലായി കയർ മേഖലയിലെ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ നടന്നു. കയർ വ്യവസായം തുടങ്ങിയ കാലം മുതലുള്ള ഉൽപാദന രീതിയാണ് ഇന്നും തുടരുന്നത്. കാലാനുസൃത മാറ്റം മേഖലയിൽ വന്നിട്ടില്ല. 200 കിലോ വരെ ഉൽപ്പാദിപ്പിക്കാവുന്ന യന്ത്രങ്ങൾ കമ്പോളത്തിലുണ്ടെന്നിരിക്കെ നിലവിൽ ഒരു ദിവസം 40 മുതൽ 45 കിലോ കയർ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. യന്ത്രവൽക്കരണം നടപ്പാക്കുന്നതോടെ പുതുതലമുറയെയും മേഖലയിലേക്ക് ആകർഷിക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. അതേസമയം കോൺഗ്രസ് സംഘടനകളായ കയർ തൊഴിലാളി ഫെഡറേഷൻ, കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കോൺക്ലേവ് ബഹിഷ്കരിച്ചു. കോൺക്ലേവ് വേദിയിലേക്ക് കോൺഗ്രസ് സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് പോലീസ് തടഞ്ഞു. 9.5 വർഷം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒന്നും ചെയ്യാതെ ഭരണകാലാവധി തീരാൻ 6 മാസം മാത്രം നിൽക്കെ കോൺക്ലേവ് നടത്തുന്നത് പ്രഹസനമാണെന്ന് ആരോപിച്ചായിരുന്നു കോൺഗ്രസ് സംഘടനകളുടെ പ്രതിഷേധം. അമൃത ന്യൂസ്, ആലപ്പുഴ. കാസർഗോഡ് ജില്ലാ സീനിയർ സ്കൂൾ ഫുട്ബോൾ ടീം സെലക്ഷനിൽ ക്രമക്കേട് ആരോപിച്ച് കളക്ടർക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും അടക്കം പരാതി നൽകി ഫുട്ബോൾ താരമായ മുഹമ്മദ് റഫീഖ്. 17-കാരനായ മുഹമ്മദ് റഫീഖ് FC കൊച്ചിൻ താരമാണ്. മൊഗ്രാൽ ഗവൺമെന്റ് സ്കൂൾ +2 വിദ്യാർത്ഥിയായ മുഹമ്മദ് റഫീഖ് കുമ്പള സബ് ജില്ലയിലെ ഫുട്ബോൾ താരമാണ്. ചെറുവത്തൂരിൽ വെച്ച് ജില്ലാ ടീം സെലക്ഷനായി നടത്തിയ മത്സരങ്ങളിൽ മുഴുവൻ സമയം കളിക്കുകയും മുഹമ്മദ് റഫീഖ് ഗോൾ നേടുകയും ചെയ്തിരുന്നു. എന്നാൽ ടീം സെലക്ഷൻ നടന്നപ്പോൾ അതേ ടീമിലെ സെമിയിൽ പോലും കളിക്കാത്തവരും റിസർവ് താരങ്ങളുമായ വിദ്യാർത്ഥികളെയാണ് ജില്ലാ സീനിയർ സ്കൂൾ ഫുട്ബോൾ ടീമിലേക്ക് തെരഞ്ഞെടുത്തുവെന്നാണ് പരാതി. വെറും 5 മിനിറ്റ് മാത്രം ഗ്രൗണ്ടിലിറങ്ങിയവരെ ജില്ലാ ടീമിലേക്ക് തെരഞ്ഞെടുത്തതായും പരാതിയിൽ പറയുന്നു. റഫീഖ് ഉൾപ്പെടെ മികച്ച 3 താരങ്ങളെ തഴഞ്ഞുകൊണ്ടാണ് ടീം സെലക്ഷൻ നടന്നിരിക്കുന്നത്. ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ കലക്ടർ, വിദ്യാഭ്യാസ മന്ത്രി, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്നിവർക്ക് പരാതി നൽകി. ഈ പരാതിയായിട്ട് ഞാൻ മുന്നോട്ട് വരുന്നത് എൻ്റെ മകൻ്റെ ഏതായാലും ഇപ്രാവശ്യം സ്കൂളിലെ കഴിഞ്ഞ ഡിഗ്രിക്ക് പോകുന്നത്. ഇനി വരുന്ന തലമുറ വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഒരുപാട് കഴിവുള്ള കുട്ടികൾ നമ്മുടെ ജില്ലയിലുണ്ട്. അവർക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അതിനുവേണ്ടിയാണ് ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ടീം സെലക്ഷനിൽ നിന്ന് മുഹമ്മദ് റഫീഖിനെ തഴഞ്ഞിരുന്നു. അന്ന് ജേഴ്സി നമ്പർ മാറിയെന്നായിരുന്നു അധികൃതർ നൽകിയ വിശദീകരണം. എറണാകുളം, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നടന്ന യൂത്ത് ലീഗ് മത്സരങ്ങളിൽ മലബാർ FC, യുണൈറ്റഡ് FC കൊച്ചിൻ എന്നിവയ്ക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞ താരത്തിനാണ് ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്.